എൻഡിഎയുടെ പിഴവുകൾ പരിശോധിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്രം. ഇസ്രോ മുൻ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ 7-അംഗ സമിതി 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. പരീക്ഷ സുഗമമാക്കാനുള്ള നടപടികളും സമിതി നിർദ്ദേശിക്കും. നീറ്റ് ചോദ്യപേപ്പറിന് ഇടനിലക്കാർ ആവശ്യപ്പെട്ടത് 40 ലക്ഷമെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ മൊഴി. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത 4 നേതാക്കളെ പുറത്താക്കി കോൺഗ്രസ്. കെപിസിസി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ളവർക്കെതിരെയുള്ള നടപടി പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. തീരുമാനത്തിന് പിന്നിൽ ഉണ്ണിത്താനോടുള്ള ഭയമെന്ന ബാലകൃഷ്ണൻ പെരിയ. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ മിൽമ സംയുക്ത ട്രേഡ് യൂണിയനുകൾ സമരത്തിലേക്ക്. പ്രതിഷേധം ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി 2 ആഴ്ച കഴിഞ്ഞിട്ടും ഡയറക്ടർ ബോർഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്ന് ട്രേഡ് യൂണിയനുകൾ. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെട്ട് കേരളം. സംസ്ഥാനത്തിന് 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം. ആവശ്യം ഉന്നയിച്ചത് ബജറ്റിന് മുന്നോടിയായുള്ള ധനമന്ത്രിമാരുടെ യോഗത്തിൽ മന്ത്രി ബാലഗോപാൽ.